ശ്രീ ആൻഡ്രൂ. ഞാൻ പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 40 മണ്ഡലത്തിൽ മത്സരിച്ച SDP ആ മത്സരിച്ച മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളിൽ മാത്രമേ ഇപ്രാവശ്യം മത്സരിക്കുന്നുള്ളൂ. ബാക്കി 31 മണ്ഡലങ്ങളിൽ ബാക്കി വരുന്ന 19 മണ്ഡലങ്ങളും പുതിയതായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ആ 19 മണ്ഡലം ഞാൻ നോക്കി ഏതൊക്കെ മണ്ഡലങ്ങളാണ് ആ 19 എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളും കോൺഗ്രസ്സിന് 5000 വോട്ടിൽ താഴെ മാത്രം കിട്ടിയ മണ്ഡലങ്ങളാണ്. അപ്പം നേരത്തെ ഇപ്പം ഈ മങ്കടയെക്കുറിച്ച് പറഞ്ഞല്ലോ. മങ്കടയെക്കുറിച്ച് കുന്നത്ത് മുഹമ്മദിനെ ഇപ്പം സംബന്ധിച്ച് കുന്നത്ത് മുഹമ്മദ് അവിടുത്തെ ലീഗിൻ്റെ മുൻ പ്രസിഡൻ്റാണ്, മുൻ മണ്ഡലം പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് മങ്കടയിലെ ഏറ്റവും വലിയ ഫാമിലിയാണ്. അദ്ദേഹത്തിനോട് ഈ പറയുന്ന സമസ്തയും ലീഗുമൊക്കെയായി, അദ്ദേഹം മണ്ഡലം പ്രസിഡൻ്റ് ആയിരുന്നതുകൊണ്ട് സമസ്തയും ലീഗുമൊക്കെയായി നല്ല രീതിയിൽ ബന്ധമുള്ള ഒരാളാണ് ഈ കുന്നത്ത് മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞളാംകുഴി അലിക്ക് കിട്ടിയത്. അതിന് മുൻപുള്ള സ്ഥാനാർത്ഥി കിട്ടിയത് 1500 വോട്ടിൻ്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് അതിൻ്റെ ഒരു റേഞ്ച് 6000ലേക്ക് എത്തിയെങ്കിൽ കൂടെ അവിടെ ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം നടക്കുന്നത് അവിടെ ഈ പറഞ്ഞ കുന്നത്ത് മുഹമ്മദും മഞ്ഞളാംകുഴി അലിയും തമ്മിലാണ്. അപ്പോൾ ഈ മഞ്ഞളാംകുഴി അലിയും കുന്നത്ത് മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ കുന്നത്ത് മുഹമ്മദും മഞ്ഞളാംകുഴി ആ പ്രദേശക്കാരാണ്. മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണക്കാരനെങ്കിലും കുന്നത്ത് മുഹമ്മദ് ആ നാട്ടിലെ ആളാണ്. അപ്പോൾ അവിടുത്തെ ഒരു സംവിധാനം വെച്ചിട്ടാണ് ഈ പറഞ്ഞ LDF ഒരു സ്ഥാനാർത്ഥി ആദ്യം നിർത്തി അദ്ദേഹത്തെ പിൻവലിച്ച് ഇദ്ദേഹത്തിന് പിന്തുണയ്ക്കാൻ മണ്ഡലം പ്രസിഡന്റ് ഈ ലീഗിൽ നിന്ന് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച് വന്ന സ്ഥിതിക്ക് ഇദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവിടെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് SDP സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് കയറിയിട്ട് അത് കുന്നത് പോകുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങൾ ഈ SDP പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നോക്കിയോ? മണ്ഡലങ്ങൾ അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന എവിടെയാണ്? കണ്ണൂരിലാണ്. കല്യാശ്ശേരിയിലാണ് അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അവിടെ സംസ്ഥാന കമ്മിറ്റി അംഗം മത്സരിക്കുന്ന എവിടെയാണ്? തലശ്ശേരിയിൽ. അവിടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന എവിടെയാണ്? കണ്ണൂരിൽ. അപ്പോൾ CPMന് ശക്തമായ ഇത് വിജയിച്ചു വരുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിലെല്ലാം SDP മത്സരിക്കുന്ന എന്തിനാ? അങ്ങനെയല്ലല്ലോ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളായി ഇതിനെ കാണുകയേ വേണ്ട. എന്താണ് ഞാൻ വിചാരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? എന്തുകൊണ്ട് കോൺഗ്രസ് ഈ SDP ഡീൽ ആരോപണം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സന്ധി ചേർന്ന് കഴിഞ്ഞു. എല്ലാവരും ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുകയും അവിടുന്ന് കിട്ടുന്ന വോട്ട് സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ലീഗ് അടക്കം അതിൻ്റെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ്, മതേതര വോട്ടുകൾ പിന്നിക്കരുത്. ഇത് മതേതര വോട്ട് LDF പോയാൽ അത് വലിയ ബാധ്യതയാവും. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് ഇവിടെ കിട്ടുന്നതോടൊപ്പം കേരളത്തിലെ മതേതര വോട്ട് LDF പോകാതിരിക്കാൻ വേണ്ടിയിട്ട് LDFനെതിരെ ആരോപണം ഏതാണ്ട് LDF SDP സംഖ്യ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മതേതര വോട്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു പിടിച്ചു നിർത്തൽ, ഒരു തടയിടൽ നടത്തുമോ എന്നുള്ളൊരു ശ്രമം മാത്രമേ ഇതിനെ കാണാനുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിനൊരു വലിയ വിശാല ഐക്യമൊന്നും കാണുന്നില്ല. ഞാൻ നേരത്തെ മാധു പറഞ്ഞതിനോട് യോജിക്കുകയാണ്. കാരണം 75,000 വോട്ടാണ് 2021 SDP കിട്ടിയത്. ചിലപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ ചിലപ്പോൾ 1,15,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിയമസഭ ഇലക്ഷനിൽ ആകെ 75,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഈ 75,000 വോട്ട് എന്ന് പറയുന്നത് 40 മണ്ഡലങ്ങളിൽ ലിസ്റ്റ് എടുത്ത് ഞാൻ നോക്കി. 40 മണ്ഡലം ഒരു എണ്ണത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയ വോട്ട് 4,200 വോട്ടാണ്. ഏറ്റവും കൂടുതൽ കിട്ടിയ വോട്ട് 4,200 അതിൻ്റെ അകത്ത് 90% മണ്ഡലങ്ങളിൽ കിട്ടിയത് 1,700 താഴേക്കാണ്. 1,700 താഴേക്കാണ്. അതിൻ്റെ അകത്ത് 40% വോട്ടുകൾ 40% മണ്ഡലങ്ങളിൽ SDP സ്ഥാനാർത്ഥിക്കും കിട്ടിയത് 1000 താഴേക്കാണ്. 7,000 വരെ കിട്ടിയ ഏത് സ്ഥലം? അത് തദ്ദേശത്തിലാണ്. ഞാൻ പറയുന്നത് നിയമസഭാ ഇലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടിയിട്ട് 4,200 വോട്ട് കിട്ടിയതാണ് മഞ്ചേശ്വരത്താണ് പറയുന്നത്. അല്ല, 4,200 വോട്ട് കിട്ടിയത് SDP ഒരു സ്ഥാനാർത്ഥിക്കാണ് ഞാൻ പറയാം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതുകൊണ്ട് ആർക്കാണ് ഗുണം എന്ന് ചോദിച്ചാൽ മട്ടന്നൂരാണ് 4,201 വോട്ട് കിട്ടിയത്. മട്ടന്നൂരാണ്. നിലമ്പൂർ 3,281, പൊന്നാനി 3,065, പട്ടാമ്പി 2,975, ഗുരുവായൂർ 2,899 തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയാണ്. അപ്പം ഈ നിയമസഭാ ഇലക്ഷനിൽ 4,000 വോട്ട് കൊണ്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. 2011 3,000 വോട്ടുണ്ട്. അതെ 3,000 വോട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ വോട്ട് ആർക്ക് സ്വാധീനിക്കും? ഇപ്പം ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലത്ത് ഈ 3,000 വോട്ടിൽ താഴെ വോട്ട് മേടിച്ച് ജയിച്ച UDF സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലങ്ങളിൽ ആർക്ക് അനുകൂലമായി ഇത് പോകും എന്നുള്ളത് അറിയത്തില്ല. അതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനാർത്ഥിനെ തീരുമാനം എടുത്ത് പിന്നെ ആളാണെന്ന് പറയാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് മങ്കട സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് മങ്കട സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു കാര്യം ആയിക്കോട്ടെ പറയാം, തിരക്കൂട്ടല്ലേ. അപ്പം എന്താണ് സംഭവിക്കുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സുനിൽ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നത് ഇപ്പം ആരാന്നറിയോ?
ഇപ്പോൾ കോൺഗ്രസ് ആണ്. ആദ്യം എന്താണ് BJP RSS ഡീൽ കൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് STPI ഡീൽ കൊണ്ടിരുന്നു, പിന്നെ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് വെച്ചിട്ട് ഇതെല്ലാം നിങ്ങൾ നേരെ തിരിച്ച് ചോദിക്കുകയാണെന്നേ. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ വർഗീയ കാർഡ് ഇടയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഡീലുണ്ടെന്ന് LDF ആണല്ലോ പറഞ്ഞത്, ഇടതുപക്ഷമാണ്, CPM ആണ് പറഞ്ഞത്. കോൺഗ്രസുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയായി ഡീലുണ്ടെന്ന് അത് അവസാനം സമ്മതിച്ചതാരാ? കോൺഗ്രസ് ആണ്. സമ്മതിച്ച ലീഗാണ്. ആദ്യം കുറേ നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിലും ഈ പറയുന്ന നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് VD സതീശൻ അവർ വർഗീയ പ്രസ്ഥാനം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. അതിനുശേഷം അവർ അംഗീകരിച്ചു അത് ഡീലുണ്ട് എന്നുള്ളതാണ്. നേരെ തിരിച്ചു അത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കോൺഗ്രസ് ഡീലുണ്ട് എന്നുള്ളത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പം ഈ പറഞ്ഞ SDPIക്ക് CPM ഡീലുണ്ട് എന്ന് പറയാൻ കഴിയുമോ? അതിൻ്റെ നാഷണൽ സെക്രട്ടറി വന്നിട്ട് പറയാണ്, MABB വന്ന് പറയാണ് അങ്ങനെ ഒരു ഡീലില്ല, അവർ വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു വോട്ട് വേണ്ട എന്ന് പറയുകയാണ്. CPI അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി പറയുന്നത് എന്താണ്? RSSും ഈ പറഞ്ഞ SDPIയുമായിട്ടോ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടോ ഒരു നീക്കുപോക്കുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ് പറയുന്നത്? ഞാൻ പറയുന്നത് ഈ ഇലക്ഷനിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്, ഇൻക്ലൂഡിങ് മുഖ്യമന്ത്രി അടക്കം ഞാൻ പറയുന്നത് കേട്ടോ. ഈ പറഞ്ഞ VD സതീശനും ഉണ്ടാക്കാര്യത്തിനകത്ത് ചോദ്യത്തിൽ കൊടുക്കും. ചോദ്യം ചോദിച്ച് കുടുക്കിയാൽ പിന്നെ അതാണല്ലോ വാർത്ത എന്ന് പറയുന്നത്. ഈ അവസാന നിമിഷത്തിൽ ഈ പറയുന്ന 10 ദിവസത്തിൽ താഴെ ഇലക്ഷന് വേണ്ടി പോളിംഗ് മുൻപുള്ള ഒരു ചോദ്യത്തിൽ കുടുങ്ങിപ്പോയാൽ ഈ പറഞ്ഞ എൻ്റെയർ സിസ്റ്റം പ്രശ്നത്തിലായി പോകും. എൻ്റെയർ സിസ്റ്റം കേരളത്തിൽ സംഭവിച്ചെന്താ? ഞാൻ ഇല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞ പിന്നെ RSS BJP സഖ്യമുണ്ട് എന്നുള്ളത് പിന്നെ കോൺഗ്രസ് പറയുന്ന സമയത്ത് അതിന് മറുപടി പറഞ്ഞ് 5 ദിവസം പോയി. കേരളത്തിൽ 5 ദിവസത്തെ വികസന രാഷ്ട്രീയം കേരളം ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് STPI രാഷ്ട്രീയം എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. അതിന് മറുപടി പോയി അടുത്ത 5 ദിവസം പോകും. ഇല്ലാന്ന് പറഞ്ഞല്ലോ, വിവാദം ഉണ്ടായോ? ഇല്ല. അങ്ങനെ വിവാദം അങ്ങനെയല്ല. വിവാദം ഉണ്ടാവാത്തതിന് കാരണം എന്താ? അത് പിണറായി വിജയനാ പറയുന്നെങ്കിലോ അവിടെ അതിന് മറുപടി വരും. അല്ല നിങ്ങൾ വേണം ഞാൻ പറയുന്ന അറിയോ? ആ അഭിമുഖം നിങ്ങൾ കണ്ടതാണ്, ഞാനും കണ്ടതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ആ അഭിമുഖത്തിന്റെ അത് മറുപടി അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. അവിടെ വേണ്ടതാരാ? ഈ പറഞ്ഞ VD സതീശൻ ഈ പറഞ്ഞ CPI നേതാവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടോ? ഇല്ല. രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ടോ? ഇല്ല. KC വേണുഗോപാൽ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അവരെല്ലാം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ വേണ്ടിയിരിക്കുക. ഈ പറഞ്ഞ ഗോവിന്ദൻ മാഷെക്കുറിച്ച് പോലും ചോദിക്കുന്നില്ല. മുഖ്യമന്ത്രി എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ ഈ ചോദ്യത്തിൽ. കാരണം അതുകൊണ്ടാണ് പറയുന്നത് അതിന് നിങ്ങൾക്ക് വേറെ ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശത്തിൽ എന്നോട് ചോദ്യം ചോദിക്കേണ്ട അദ്ദേഹത്തിന്റെ സജ്ജമായ ശൈലി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു മിനിറ്റ്, ഞാൻ എന്താ പറയുന്നതെന്നറിയോ? ഈ മങ്കടയുടെ വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ ഇതാണ് പറഞ്ഞത്, സത്യതാണ്. കാരണം അവിടെ നിങ്ങളത് ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ചെറുതായി കാണേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പറയാം പൂർണ്ണമായി STPI എന്ന് പറയുന്നത് പിന്നെ CPI ലത്തീഫ് വന്നിട്ട് പറയുകയാണ് ഇദ്ദേഹം ഞങ്ങൾ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് ക്ലാരിറ്റി ഉള്ള വർത്തമാനമായിരിക്കും. അതിന് CPM മറുപടി പറയേണ്ടി വരും. ഇത് പറയാത്ത ആൻറ്റി ഇൻക്യുമൻസി ഇല്ല എന്ന് പറയുന്നത് എന്താ? ആൻറ്റി ഇൻക്യുമൻസി ഇല്ലാതെ വോട്ട് ചെയ്യുന്നതിന് തുല്യമാണോ? അത് കേരളത്തിലെ പൊതുജനങ്ങൾ പറയുന്ന കാര്യമാണ്. കേരളത്തിൽ ആൻറ്റി ഇൻക്യുമൻസി ഇല്ല എന്നുള്ളത് മനസ്സിലായോ? പൊതുജനങ്ങൾ മുഴുവൻ പറയുന്നതാണ്. എന്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞു, സമസ്തയില്ല എന്ന് പറഞ്ഞു. കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞ കേരളത്തിൽ ആൻറ്റി ഇൻക്യുമൻസി ഇല്ല എന്നുള്ളത്. MLA മാരുടെ പേരിൽ ആൻറ്റി ഇൻക്യുമൻസി ഇല്ല എന്ന് കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? അത് അവരെല്ലാം ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ യാഥാർത്ഥ്യം അതാണ് സ്മൃതി മേഡം. അല്ല ആയിക്കോട്ടെ, കാണാലോ, അത് കാണാലോ നമുക്ക്. വേണ്ട, ഒറ്റ മിനിറ്റ്, ഒരു കറക്ഷൻ ഉണ്ട്. അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വിജയമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നെങ്കിൽ എന്തിനാന്ന് ഈ പേടി? 100 സീറ്റ് മേലെ പോയില്ലേ? അല്ല, അപ്പൊ അവിടെ ഒരു പേടിയുണ്ട്. ആ പേടിയാണ് ഈ ഡീലിന്റെ ആധികാരികമായ സംവിധാനം എന്ന് പറഞ്ഞാൽ ആ പേടിയാണ്. ആ പേടി വെച്ചിട്ടാണ് ഈ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതാ ഡീല്. ഞാൻ പറഞ്ഞത് ഈ വർഗീയത നിർത്തുന്നേ, വർഗീയ കാർഡ് ഒഴിവാക്കുന്നേ. ഇത് CPM-നോടും കോൺഗ്രസിനോടും BJP-നോടും പറയേണ്ട കാര്യമാണ്. BJP വിട്ടേക്ക്, CPM-നോടും കോൺഗ്രസിനോടും പറയേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ വർഗീയത നിർത്ത്. നിങ്ങൾ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾ എന്ത് അതെന്തുകൊണ്ട് പറയാൻ പറ്റാതെ? 10 വർഷം അധികാരത്തിലിരുന്ന കോൺഗ്രസിനെതിരെ 10 വർഷം അധികാരത്തിലിരുന്ന കോൺഗ്രസിനെതിരെ 10 വർഷം അധികാരത്തിലിരുന്ന CPM-നെതിരെ ഒരു വാക്ക് പറയാൻ കഴിയുന്നില്ല. അതാണ് 10 വർഷം അധികാരത്തിലിരുന്ന CPM-നെതിരെ ഒരു വാക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തില്ലേ?
അപ്പൊ ശരി, എന്താ ഡോക്ടർ അരുൺ പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്മൃതി ഓ പറഞ്ഞോളൂ. സ്മൃതി നേരത്തെ ധർമ്മടം മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ധർമ്മടം മണ്ഡലത്തിലെ ധർമ്മടത്തിലെ മുഴുപ്പിലങ്ങാട് ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കാ പറഞ്ഞത്. എങ്കിൽ അങ്ങനെയല്ല. 2026 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ മുഴുപ്പിലങ്ങാടിൽ 11 വിജയിച്ചത് LDF, 4 LDF, SDPI, 2 UDF. അവിടെ എത്ര ഉണ്ടായിരുന്നു UDF അറിയാമോ? 4 ഉണ്ടായിരുന്ന UDF കൊടുത്തു. ഈ തരാതരമായി ഇല്ല, ആ SDPയുടെ പിന്തുണ ആവശ്യമില്ല. 2026 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11 ഇടങ്ങളിൽ വിജയിച്ചത് LDF ആണ്. ആകെ 17 ഉള്ളൂ. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം LDFനുണ്ട്. അവിടെ SDPയുടെ പിന്തുണ സ്വീകരിച്ചു എന്നുള്ളത് പച്ചക്കള്ളമാണ്. രണ്ടാമത്തത്, അവിടെ 4 സീറ്റ് ഉണ്ടായിരുന്ന UDF മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിൽ എത്രയായിട്ട് മാറിയെന്നറിയാമോ? 2 മാറി. എന്തുകൊണ്ടാ? മുഴുപ്പിലങ്ങാട് 2 സീറ്റ് നഷ്ടപ്പെട്ടു. അവിടെ 1 സീറ്റ് SDPI പിടിച്ചെടുത്തു. അതാണ് സംഭവിച്ചത് മുഴുപ്പിലങ്ങാട്. അപ്പോൾ അത് ഒരു തിരുത്തിയത് മാത്രമേ ഉള്ളൂ. 2026-25 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുപ്പിലങ്ങാട് ഏറ്റവും അവസാനം പാലക്കാട് ഇലക്ഷനിലുണ്ടല്ലോ, ഈ പറഞ്ഞ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങിയത് STP നേതാക്കന്മാരും അണികളുമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇലക്ഷൻ അതെ തരാതരമായി ഈ പറയുന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം വേണ്ട എന്ന് പറയുന്ന ശൈലിനെ കുറിച്ചാണ് പറഞ്ഞത്. ശരി, അപ്പൊ ഇപ്പൊ SDPI വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും മോശം ഒരു സംവിധാനം വേണ്ട എന്നുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയാണ് വേണ്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയാൻ സമ്മതിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൽകിയ ജനറൽ സെക്രട്ടറിയുടെ വാക്ക് അനുസരിക്കുന്ന നേതാക്കളുണ്ടെങ്കിൽ അത് പറ. അല്ലെ, എന്താ പിണറായി വിജയൻ എന്താ വായിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയുന്നതിന്? തടസ്സമുണ്ടോ പറയുന്നതിന്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമല്ല. SDPയുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു ഡീലില്ല, അങ്ങനെ ധാരണയിൽ എത്തിയിട്ടില്ല. പിന്നീട് എങ്ങനെയാ നമ്മൾ ഇവിടെ ഉറപ്പിക്കാൻ പറ്റിയ? നോ എന്ന് നിങ്ങൾ 4 പേർ. Meet the editors.